സമാധാനമായിട്ട് സന്തോഷത്തിലിരിക്കുക, വേറെ എല്ലാ ചിന്തയും കളയുക. ഒറ്റ ചിന്ത മാത്രമേ പാടുള്ളൂ, ഞാൻ ദൈവസാന്നിധ്യത്തിലാണ്. യോഹന്നാൻ 6:44, പിതാവ് എന്നെ വിളിക്കാതെ എനിക്ക് വരാൻ സാധിക്കില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഒരു ബോധ്യം ഉണ്ടാകണം. വിളിക്കുന്നത് ദൈവത്തിൻ്റെ തിരുമനസ് നടപ്പിലാക്കാനായി. നമ്മളോടുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് തോന്നും ഞാൻ തന്നെ ബുദ്ധിമുട്ടി വന്നതാണ്, കുറേ ദിവസമായിട്ട് ആലോചിച്ച് വെച്ചിരുന്ന ഇന്ന് സാധിച്ച്. അതിനില്ല, ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന സമയമായപ്പോൾ ഒരേ പ്രാവശ്യം നിങ്ങൾ 5 പ്രാവശ്യം 6 പ്രാവശ്യം 10 പ്രാവശ്യം വന്നാലും ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പിലിരിക്കുന്നത്. നമ്മൾ എപ്പോൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിലാവുമ്പോൾ, വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, അത് ഒരു കാര്യം ഉറപ്പിച്ചോ, ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം. നമ്മളെ തന്നെ അനുവദിച്ചു കൊടുക്കുക. ആ ബോധ്യത്തിൽ വേണം നമ്മൾ ഇവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കേണ്ടത്. അത് നമ്മളെ തന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുക ദൈവത്തിനോട്. നിൻ്റെ പദ്ധതിയിൽ എന്നെ ഒരുക്കണേ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. വചനം കേൾക്കുമ്പോൾ അവിടെ സ്കാനിങ് നടക്കും. ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കുമ്പോൾ എൻ്റെ വചനം മൂലം നീ ശുദ്ധീകരിക്കപ്പെട്ട് നീ വിശുദ്ധി പ്രാപിച്ച്, യോഹന്നാൻ 15:3. അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള തിന്മകളെല്ലാം അത് മാറും, അടിമത്വം വിട്ടുമാറും. വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. അപ്പോൾ അത് ദാഹത്തോടെ കേൾക്കണം. എന്താ പറയണം? ഇത് പറയുന്നതെല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ്, എന്നിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ശ്രദ്ധയോടെ ഇരിക്കുക. ഞാൻ കുറച്ച് സമയം എടുക്കുകയുള്ളൂ, കൂടുതൽ സമയമില്ല, ദൈവം തന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും സന്തോഷമായിരിക്കണം. ആ ഒരു ബോധ്യം ഉണ്ടാണ്, ഞാൻ ഉടമ്പടിയിലാണ്. ഉടമ്പടി എന്ന് പറയണത് പെട്ടെന്ന് മനസ്സിലാകാൻ, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് എണ്ണപ്പെട്ട ജനത്തിൽ ഒന്നാണ് ഞാൻ. കൂടുതലെടുപ്പം ദൈവത്തിന് എല്ലാവരും മക്കളാണെങ്കിലും അത് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ സ്വന്തം കൂടുതൽ ഏത് കാര്യവും ദൈവം എന്നോട് ആലോചിക്കും. ദൈവത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും എന്നിലുണ്ടാകും. കൂടുതൽ അടുത്തിരിക്കുക. അത് എപ്പോഴും അതിൽ ഒരു ബോധ്യം ഉണ്ടാകണം. 105:3 സങ്കീർത്തനം നമ്മൾ എപ്പോഴും സന്തോഷിക്കണം. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ളതിൽ സന്തോഷം ഉണ്ടാകണം. സന്തോഷമില്ലാത്തവർക്ക് ആ ഒരു ബോധ്യമില്ല. ആ ബോധ്യത്തിൽ വേണം ഇരിക്കാൻ എപ്പോഴും. എന്ത് പ്രതികൂല സാഹചര്യം ഈ ലോകത്ത് സംഭവിച്ചോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, സങ്കടം വരുമ്പോൾ നമ്മളെ വിശ്വാസം ഇല്ലാതെയാവും. വിശ്വാസമില്ലാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. ഹെബ്രിയ 11:6, നമ്മൾ സങ്കടപ്പെടുമ്പോൾ വിശ്വാസം ഇല്ലാതെയാകും. നിങ്ങളെ സങ്കടമുഖം ആകുമ്പോഴത്തേക്കും ദുഃഖത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദവും മാറും. എപ്പോഴും ദൈവം നമ്മൾ പ്രസാദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസമാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആ ഒരു ബോധ്യത്തോടെ ഇരിക്കണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രസാദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രസാദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തിനാ ദൈവം പ്രസാദിക്കണം? എപ്പോഴും നമ്മ വഴി ദൈവം പ്രസാദിക്കേണ്ട കാര്യം എന്താ? മത്തായി, ഞാൻ ചോദ്യോത്തരം പറയുന്നത് കാര്യം എന്താ? അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനാണ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ വഴിയാണ് ഞാൻ വിശ്വാസം നേടിയെടുത്തത്. അല്ലാതെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ. ഞാൻ എപ്പോഴും സ്പീച്ച് പറയുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്.
ഞാൻ പറയുന്നത് കേട്ടിട്ടോ ഇല്ല, എനിക്ക് അനുഭവമില്ലാത്തോ ഞാൻ പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊരു തൃപ്തി തോന്നില്ല. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. ഒരാഴ്ച മുമ്പേ ഞാൻ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇങ്ങനെ കുറേ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല. പിന്നെ ഇരുന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് അവസാനം ഇന്ന് കാലത്ത് വന്നിട്ട് 2-3 പോയിൻ്റ് കിട്ടി. റൂമിൽ വന്ന് ഇരുന്നിട്ട് പ്രൈസ് ദി ലോർഡ്. ഇന്നലെയൊക്കെ ടെൻഷനാണ്. ഉറക്കത്തിൽ ഞാൻ ചോദിച്ചു, വചനം തന്നെ ഉള്ള വിശ്വാസം കളയരുതേ മക്കൾക്ക്, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കാൻ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കേണ്ടത്? ഈ ഉടമ്പടിയുള്ള മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഉടമ്പടിയും ഉടമ്പടി എടുക്കാത്തവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൊണ്ട് ദൈവത്തിന് ലാഭമാണ് ഉടമ്പടി എടുക്കുമ്പോൾ. നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ഇനി പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൊണ്ട് എനിക്കെന്ത് ലാഭമാണ്, ഉടമ്പടി ജീവിതം എന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസം കൊണ്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ദൈവം എന്തിനാണ് പ്രസാദിക്കേണ്ടത്? അത് മത്തായി 12:18 ദൈവം പ്രസാദിക്കുമ്പോൾ, ഇതാ എൻ്റെ ദാസൻ, അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവനിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്യും. അപ്പോൾ അതിൽ 2 കാര്യമാണ്. ഒന്ന്, നമ്മൾ ദാസനായിട്ട് മാറും. മകൻ, ഈശോ മകനായിരുന്ന് മകനേക്കാളും ഉള്ള പ്രൊമോഷനായിരുന്നു അവൻ ദാസനായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് മാറും. ദൈവത്തിൻ്റെ ദാസനാകാന്ന് പറഞ്ഞാൽ അത് സ്വന്തമാണ്, അതായി കിട്ടണം. ദാസനാകാൻ ദൈവം പ്രസാദിക്കണം. പ്രസാദിച്ച് കഴിഞ്ഞാൽ നമ്മളെ ദാസനാക്കും. ദാസനാക്കി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് തരും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചപ്പോൾ അമ്മ മാതാവിന് അവിടെ എന്താ കാര്യമെന്ന് വെച്ചാൽ, ഉത്കണ്ഠ അവിടെ ഉണ്ടായി. നീ ഒരു മകനെ പ്രസവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറും. പരിശുദ്ധാത്മാവിൻ്റെ മുകളിൽ വരുമ്പോൾ അതിന് തീരുമാനമാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലുള്ള ഉത്കണ്ഠയും ഈ വിശ്വാസം ഇല്ലായ്മയും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതും അതുപോലെ എല്ലാ കുറവുകളും അതെല്ലാത്തിനും ഒരു തീരുമാനമാകും. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് എൻ്റെ മുകളിൽ വരുമ്പോൾ എല്ലാം സാധ്യമാവും. ലൂക്ക 1:35. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. 1 കൊരിന്ത്യർ 2:10 പറയുന്നത് അത് ദൈവത്തിൻ്റെ മനസ്സറിയും. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആഴത്തേക്ക് പോയി, മനസ്സിൻ്റെ ആഴത്തേക്ക് പോയി. അതറിഞ്ഞ് റോമ 8:26 നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നതും മത്തായി 7:11. ഇതൊക്കെ ശ്രദ്ധിച്ചോ. ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2 കാര്യം പറഞ്ഞിട്ട് പിന്നെ വചനത്തിലേക്ക് പോകാം. നമുക്ക് ആ ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവം 7:10-11 നിൻ്റെ മകൻ നിന്നോട് മീൻ ചോദിച്ചാൽ നീ പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേലിനെ കൊടുക്കുക, തിന്മ നിറഞ്ഞ പാപിയായ നീ തന്നെ ഏറ്റവും നല്ലത് നിൻ്റെ മകന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ എത്ര കൂടുതലായി പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൽ ഈ വാക്കിൽ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചോദിച്ചാൽ അവിടെ ചോദിക്കുന്ന മീനും മുട്ടയുമാണ്. എന്ന് വെച്ചാൽ അന്നന്ന് ജീവിക്കാനുള്ള ഇതിനുള്ളതാണ് ദൈവത്തോട് നമ്മൾ ചോദിക്കുന്നത്, മീനും മുട്ടയും. പക്ഷെ അവസാനം വന്നപ്പോൾ എത്ര കൂടുതൽ മീനും മുട്ടയും ഞാൻ തരുമെന്ന് ഈശോ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ജീവിക്കാനുള്ള പണം, വീട്, ജോലി, മക്കളുടെ കല്യാണം, അത് നീ പാവിയായി നീ തന്നെ അത് ചോദിക്കുമ്പോൾ എത്ര കൂടുതലായിട്ട് നല്ലൊരു കല്യാണം നടത്തിത്തരും, നല്ലൊരു വീട് തരും, നല്ലൊരു ജോലി തരും, കുറേ സമ്പത്ത് തരും. നീ ചോദിക്കുന്നതാണ്. പാപിയായി നീ ചോദിക്കുമ്പോൾ നിൻ്റെ സ്വർഗസ്നായ പിതാവ് നിനക്ക് അതല്ലേ തരേണ്ടത്. എത്ര അധികമായി അത് തരും. പക്ഷേ പിതാവ് അതിനെല്ലാം കൺവേർട്ട് ചെയ്ത്, ഈശോ അതിനെല്ലാം കൺവേർട്ട് ചെയ്ത് എത്ര അധികമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും. അപ്പോൾ നമ്മളെ ചോദ്യം തെറ്റിപ്പോയി അവിടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ ഇന്ന് ചോദിക്കുന്ന, ഞാനൊക്കെ ഇപ്പോൾ ഞാനും മക്കളും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പരിശുദ്ധാത്മാവെ തരണേ ഈശോയെ. പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനസ്ഥാനം വഴി പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ട്. പക്ഷെ അതിൽ നിറയ്ക്കണമേ.
അതിനെ ശക്തിപ്പെടുത്തണേ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണേ. നമ്മൾ അതിനെ ബലഹീനതയിലേക്ക് കൊണ്ടുപോയി പാവം കൊണ്ട് അതിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ വെച്ചിരിക്കുക. പരിശുദ്ധാത്മാവിന് നിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് എല്ലാം സാധ്യമാവുമല്ലോ. നിൻ്റെ ആവശ്യം എന്താണെന്ന് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയുമോ? നമ്മൾ ഇന്ന് ചോദിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മളെ ആവശ്യമായിരിക്കില്ല. ഈ ജോലിയോ കാനഡയിലെ ജോലിയോ അല്ലെ ന്യൂസിലാൻഡ് ജോലിയൊക്കെ നമ്മളെ ആവശ്യമാണോ ഇല്ലയെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആ ജോലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? ആഴത്തിലേക്ക് പോയി അത് അന്വേഷിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആഴത്തിലേക്ക് പോയി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. നീ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, സഹായനെ തരെയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ, അതിന് വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അത് നമ്മളുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഏതെങ്കിലും സമയത്ത് 1-ാം തീയതി നല്ല വിശ്വാസം, 1-ാം തീയതി കാലത്തെ നല്ല ഭയങ്കര വിശ്വാസമാണ്, ഒരു 100 യൂണിറ്റ് വിശ്വാസമുണ്ട്, തെളിച്ച് ബൾബ് കത്തിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഉച്ചയാകുമ്പോഴത്തേക്കും ഡിമ്മായി, കത്തിയിട്ടുണ്ടായില്ല എന്ന് അറിയില്ല. വൈകുന്നേരമായി, ഭർത്താവായിട്ട് വഴക്കമായി, പ്രശ്നമായി കഴിഞ്ഞാൽ ഫ്യൂസ് പോയി. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന വിശ്വാസം. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലാണ് അതിനെ വിശ്വാസത്തെ അടിസ്ഥാനം ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടായി കുറഞ്ഞു പോകുന്നത്, വിശ്വാസം ഇല്ലാതെ പോകുന്നത്. വിശ്വാസം എപ്പോഴും കത്തി നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ. വിശ്വാസം എന്താണ്? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? പ്രത്യാശിക്കുന്നത് ലഭിച്ചു എന്നുള്ള ഉറപ്പും കാണാത്തത് ഉണ്ടെന്നുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. 2 കാര്യം: പ്രത്യാശിക്കുന്നത് ലഭിച്ചു എന്നുള്ള ഉറപ്പ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോൾ ഇന്നലെ എൻ്റെ പറഞ്ഞു, അപ്പോൾ നമ്മൾ ആരെയും പ്രിയപ്പെട്ടവർ നമ്മളെ വീട്ടിൽ കുടുംബത്തിലൊരു ഡൽഹിയിലുള്ള നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് കല്യാണമോ ചേച്ചിയുടെ മോനോ ആയിരിക്കും. ഇവിടെ അമ്മ ICUവിലാണ്. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ പറഞ്ഞ് രക്ഷയില്ല. 1-ാം തീയതി ICUവിലാണ്, 5-ാം തീയതി കല്യാണമാണ്. ഞാൻ പറയാം, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ടോപ്പ് ലെവൽ പ്രത്യാശയാണ്. അപ്പോൾ ICUവിലാണ്. 4-ാം തീയതി ഫ്ലൈറ്റ് ബുക്ക് ചെയ്താലേ 5-ാം തീയതി കല്യാണത്തിന് എത്താൻ പറ്റൂ. ഡോക്ടർ പറയാം 48 മണിക്കൂർ പറഞ്ഞാലേ പറയാൻ പറ്റൂ. തീരെ പോയിരിക്കുക, ക്രിട്ടിക്കലാണ്. ഞമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശോടത്ത്, ഈശോയെ എനിക്കറിയാം, എനിക്ക് വേണ്ടിയിട്ട് അമ്മയെ രക്ഷിക്കണം, അത്രേ ഉള്ളൂ. സമയമായിട്ടില്ലെന്ന് എൻ്റെ മനസ്സ് പറയണം. നിൻ്റെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ല, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് 4-ാം തീയതി ബുക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾ പ്രത്യാശ ടോപ്പ് ലെവലാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ തോട്ടത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പണ്ട് പറയാറുള്ള പോലെ കുടയും എടുത്തുകൊണ്ട് പോകണം. അവിടെ പോകുമ്പോൾ മഴ പെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടാകണം. അതാണ് വിശ്വാസത്തിൻ്റെ ലെവല്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഈ വിശ്വാസം കുറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിരിക്കണ അടിത്തറ ഇട്ടിരിക്കുന്നത്, വിശ്വാസം കുറയാനുള്ള കാര്യം അടിത്തറ ഇട്ടിരിക്കുന്നത് നമ്മൾ ഈ അനുഗ്രഹത്തിലാണ്, അടയാളത്തിലാണ് അടിത്തറ ഇട്ടിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം കുറയും. മത്തായി 7:24 അതാ പറയുന്നത്. എപ്പോഴും ഈ പാറപ്പുറത്ത് കിട്ടുന്ന വീട് മാത്രമേ ആ വിശ്വാസം നിൽക്കുകയുള്ളൂ. മണൽപ്പുറത്തെന്ന് പറഞ്ഞാൽ മണൽപ്പുറത്ത് കിട്ടുന്ന വീട് നഷ്ടപ്പെട്ടു പോകും. അത് മണൽപ്പുറത്ത് കിട്ടുന്ന വീടെന്ന് പറഞ്ഞാൽ വിശ്വാസത്തെക്കുറിച്ചാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും അനുഗ്രഹത്തെ നോക്കിയാണ് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടിയ അനുഗ്രഹം നാളെ നഷ്ടപ്പെടുമ്പോൾ ആ വിശ്വാസം പോകും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമുക്ക് വലിയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാകുക,
വലിയ രോഗങ്ങൾ മാറിയിട്ടുണ്ടാകാം. അടുത്ത ദിവസം ഒരു തലവേദന വരുമ്പോഴത്തേക്ക് അത് പോകും. അന്ന് കേട്ട് ഇന്ന് ദൈവം കേട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതെന്താ കാര്യമെന്ന് വെച്ചാൽ ശിഷ്യന്മാർ പോലും ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഈ നമുക്കൊക്കെ പറ്റുന്ന പ്രശ്നം ഈ പലവരും ഉടമ്പടിയിൽ വന്നിട്ട് പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 നിയോഗം എഴുതി വെച്ച് 4 കിട്ടി, 2 ഇതുവരെ നടന്നില്ല, പുതുക്കിയിട്ടും നടന്നില്ല. കുറേ ദിവസം കഴിയുമ്പോൾ അവരുടെ വിശ്വാസം ഡൗൺ ആകും. അന്ന് ദൈവം കേട്ട് ഇന്ന് കേട്ടില്ല. ചിലപ്പോൾ ഇത് നടക്കുക ഇല്ല. ഈശോ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്താ? കാണാത്തതിൽ വിശ്വസിക്കുന്നതാണ്. കാണാത്തതിൽ വിശ്വസിക്കണം. ഈശോ ഉണ്ട്. മാതാവിനെ നമ്മൾ കണ്ടിട്ടില്ല, മാതാവുണ്ട്. നിത്യജീവനെ കണ്ടിട്ടില്ല, നിത്യജീവനുണ്ട്. അപ്പോൾ ഇത് ഈശോൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, പക്ഷേ ഈശോൻ്റെ കൂടെ ഉണ്ട്. കണ്ണും പൂട്ടി അങ്ങോട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. അപ്പോൾ 38 വർഷം തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി. ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാൽ ഈശോ സൗഖ്യപ്പെടുത്തിയത്. ലാസറസിനെ ഉയർത്തി. ലാസറസ് മരിച്ച് 4 ദിവസമായിട്ട് ചീഞ്ഞ് നിലയിലായ ലാസറസിനെ ഉയർത്തി. 5 അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5000 കുടുംബത്തിന് അപ്പം കൊടുത്ത് 12 കൊട്ട ബാക്കിയും വന്ന്. ഇതെല്ലാം ശിഷ്യന്മാർ കണ്ടതാണ്. ഇത്രയും അടയാളങ്ങൾ കണ്ടതിന് ശേഷം പോലും അവർ ലൂക്ക 17:5 പറയുന്നത് എൻ്റെ വിശ്വാസം അധികപ്പെടുത്തണേ എന്ന് വെച്ചാൽ വിശ്വാസം കുറഞ്ഞ്. ലാസറസിനൊക്കെ ഉയർത്തി ഒരാൾ മരിച്ചു കിടക്കുന്ന, അത് ചീഞ്ഞ് കിടക്കുന്ന ആൾ ഉയർത്തെണിച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ലെവൽ എന്തോരാ വരേണ്ടത്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോയി, വിശ്വാസം പോയി. അതുകൊണ്ടത് ശിഷ്യന്മാർ പോയി പറഞ്ഞത് എൻ്റെ വിശ്വാസം അധികപ്പെടുത്തണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഇതാണ് കുഴപ്പം. അടയാളങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെയാണ് എതിനെ ബേസ് ചെയ്ത് വെച്ചാൽ നിങ്ങളെ അടിത്തറ എന്തായിരിക്കണം വിശ്വാസത്തിലേക്ക്? അത് റോമ 10:17 കേൾവി വഴിയാണ് വിശ്വാസം ഉണ്ടാകുക. അത് യേശുക്രിസ്തുവിടെ കേൾവിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് ഹല്ലേലൂയ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളെ ഹൃദയത്തിൽ നിന്ന് നിറയ്ക്കണേ. ശ്രദ്ധിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുമ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഈ വചനം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. അത് ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊന്ത ചൊല്ലുമ്പോൾ ഉറക്കം എന്നവർ അറിയില്ലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുമ്പോൾ ഉറക്കം എന്നവരുണ്ടോ? കുടുംബ പ്രാർത്ഥന ശല്യമായിട്ട് എങ്ങനെയും തീർത്താൽ മതി എന്ന് തോന്നുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കത് പ്രയോജനമുള്ളതാണ്. സാത്താൻ അതിനെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് മിണ്ടാതിരിക്കുക, നാവടക്കുക, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക, ആരോടും സംസാരിക്കരുത്, ഒന്നിനും ശ്രദ്ധിക്കരുത്. വീട് പുറത്തിരുന്ന് പൂട്ടിയിട്ട് ബാക്കിൽ കൂടി വന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. വീട് പുറത്തിരുന്ന് പൂട്ടിയിട്ട് ബാക്കിൽ കൂടി വന്നിട്ട് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ആരെങ്കിലും വന്നാൽ തിരിച്ചു പോയിക്കോട്ടെ. നമുക്ക് ആര് വന്ന് തിരിച്ചു പോയാലും ഈശോ വന്നിട്ട് തിരിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വാച്ചും നോക്കിയിരിക്കും, ഫോണും നോക്കിയിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് ഫോണുണ്ടെങ്കിൽ പ്രാർത്ഥന നിർത്തിയിട്ട് ആ ഫോണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് നാട്ടുകാരെ അറിയിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. അത് തടസ്സപ്പെടും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നീയും നിൻ്റെ ദൈവവും മാത്രമാണ്. വേറെ ആരും വരേണ്ട കാര്യമില്ല, വേറെ ചിന്ത പോലും വരേണ്ട കാര്യമില്ല. നീ നിൻ്റെ വിഷമം എന്തായിരിക്കണം? ആര് വന്നാലും വന്നില്ലെങ്കിലും ആരും വരരുത്. എൻ്റെ ദൈവം അവിടെ ഉണ്ട്, അമ്മയും ഉണ്ട്. മറ്റുള്ളവർ വരുമ്പോൾ ദൈവം ഇറങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. അത് ശ്രദ്ധിക്കണം കേട്ടോ പ്രാർത്ഥനയിൽ. അതുകൊണ്ട് ഈ ഉറക്കം എന്നത് വഴക്കിടാൻ ഉള്ള ചാൻസ് ഉണ്ടെന്ന് വർത്തമാനം പറഞ്ഞാലേ വഴക്ക് വരുള്ളൂ. അവിടെ ഇരുന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഭർത്താവിൻ്റെ വായിരുന്നോ ഭാര്യയുടെ വായിരുന്നോ വരാൻ തുടങ്ങിയ അപ്പം വിശ്വാസപ്രമാണം ചൊല്ലി കൊന്ത ചൊല്ലിക്കൊള്ളണം. ഉറക്കെ മിണ്ടില്ല, ഞാൻ എഴുതിത്തരാം. പിശാച് പ്രവർത്തിച്ച് ആരെങ്കിലും ഒരാളായിരിക്കും പ്രശ്നം ഉണ്ടാക്കണം. കൊന്ത എടുത്ത് മുട്ടിപ്പയിൽ നിന്ന് ചൊല്ലാൻ തുടങ്ങി.
ആ സമയത്ത് പ്രാർത്ഥന ചൊല്ലിയിരിക്കണം. നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാം ദുരിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു ശീലമാക്കണം. മിണ്ടാതെ ഇരിക്കുക. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ മിണ്ടരുത്. ആവശ്യത്തിന് മിണ്ടുക. അങ്ങോട്ട് തർക്കിച്ച് ജയിക്കാനൊന്നും പോകണ്ട, വിജയിക്കാൻ പോകണ്ട. പ്രൈസ് ദി ലോർഡ്. തോൽക്കുമ്പോഴാണ് ദൈവത്തെ നമുക്ക് കിട്ടുക. അത് ഞാൻ ന്യായീകരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അതെല്ലാം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദിവസവും ഇത് മാറണില്ലല്ലോ. ഞാൻ ഇത്രയും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കണം. ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, ദൈവസാന്നിധ്യത്തിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാകണം. ഇല്ലാതെ അവിടെ വിജയിക്കാനോ ജയിക്കാനോ തർക്കിച്ച് ഇതിനൊന്നും പോകരുത് ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അത് നഷ്ടമായിരിക്കും നിങ്ങൾക്ക്. ഞാൻ തെറ്റ് തിരുത്താനൊന്നും നിങ്ങൾ പോകണ്ട. അതൊക്കെ പ്രാർത്ഥന വിഷയമാക്കിയാൽ മതി. തെറ്റ് തിരുത്താൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന വിഷയമായിട്ട് ആ തെറ്റ് നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. വീണ്ടും ഭർത്താവ് ചെയ്ത തെറ്റ് നിങ്ങൾ തിരുത്താൻ പോകണ്ട, ഭാര്യ ചെയ്ത തെറ്റ് നിങ്ങൾ തിരുത്താൻ പോകണ്ട. ആ തെറ്റ് നിങ്ങൾ ചെയ്യാതെ പ്രാർത്ഥന വിഷയമാക്കുക. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന സാധിക്കില്ല. സാധിക്കും. തനിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് അതൊരു കടമയ്ക്ക് ചൊല്ലി തീർത്ത് പോകും അങ്ങോട്ട്. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് കേൾവി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുക? നമ്മൾ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛൻ ഇന്ന് തുടങ്ങിയത് വിശ്വാസത്തെക്കുറിച്ചാണ്. കേൾവി കൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുക. അത് ഈ യേശുക്രിസ്തു വഴി ഉള്ള കേൾവിയായിരിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം പോകില്ല. എന്തൊക്കെ സംഭവിച്ചാലും പോകില്ല. അത് മത്തായി 7:24 പാറപ്പുറത്ത് കെട്ടുന്ന വീട് പോലെയാണ്. എന്ത് മഴ വന്നാലും കാറ്റ് വന്നാലും അത് ഇടിഞ്ഞു പോകില്ല. നിങ്ങൾ അനുഗ്രഹത്തെ കൊണ്ടാണ് വിശ്വാസം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ സാധിച്ച്. ഇനി ഞാൻ ആ ഉടമ്പടി അതിന് വേണ്ടിയിട്ടാണ് എടുക്കണത് എന്ന് പറഞ്ഞാൽ അത് മണൽപ്പുറത്ത് കെട്ടുന്ന വീടാണ്. വിശ്വാസം നഷ്ടപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് അപ്പോൾ ദൈവം കാരുണ്യവാനായതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് തരുമെന്നേ ഉള്ളൂ. വിശ്വാസം ഉണ്ടാകില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടാകില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവം എന്നോട് സംസാരിക്കണം. അതായിരിക്കണം നമ്മുടെ ധാരണ. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നത്, ഞാൻ ഉറപ്പ് പറയാം, ഞാൻ വിശ്വാസത്തിൽ വന്നത്, ഞാൻ ഇന്ന് ബൈബിൾ നോക്കുമ്പോൾ പച്ചൻ ഇത് കുർബാന കഴിഞ്ഞ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഈശോ കുരിശും ചുമന്ന് പോയപ്പോൾ ഈ ഭടന്മാർ സോൾജേഴ്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈശോ വീണപ്പോഴത്തേക്കും കുരിശ് ചുമക്കാൻ സിമയോനെ ഏൽപ്പിച്ച്. ആ സിമയോൻ എന്ന് പറഞ്ഞാൽ വിജാതീയനാണ്, പുറത്തിരുന്ന് വന്നവനവൻ. അവനിക്ക് ഈശോനൊന്നും അറിയില്ല, അവിടെ എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അവൻ വന്ന അടുത്ത് ഈ തിരക്ക് കൂടുമ്പോൾ, അമ്മ ഈ റോട്ടിൽ തിരക്ക് കൂടുമ്പോൾ ഇങ്ങനെ നോക്കുമല്ലേ, എന്താ ആക്സിഡൻറ്റ്, ആയിരിക്കാൻ പറ്റിയെന്ന്, വണ്ടിയിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ നോക്കുമല്ലേ. അപ്പോൾ ഇവിടെ ഒച്ചയും ബഹളവും, അവിടെ എല്ലാവരും അവനെ കുരിശിൽ കയറ്റുക എന്ന് പറഞ്ഞ് ഒച്ച ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ പാവപ്പെട്ടവൻ എന്തോ കാര്യത്തിന് ആ നാട്ടിൽ വന്ന് ജെറുസലേത്തിൽ വന്ന് തിരക്കാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലെടുത്ത് കുരിശും കൊടുത്ത്, അന്ന് കുരിശ് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് തോന്നും നോക്കി നിന്നാൽ മതി. വചനം, അവിടെ ദൈവം സംസാരിച്ചത്, ഈശോ സംസാരിച്ചത് കേട്ടവൻ. അതിനെ പ്രതിഫലമായിട്ട് എന്താ കിട്ടിയത്? റൂഫസും അലക്സാണ്ടർ, അവൻ്റെ മക്കൾ ദൈവ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാക്കി മാറ്റി. അന്ന് ദൈവ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത്. അത് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. മാർക്ക് 15, 21, 22 എടുത്ത് വായിച്ചു നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതേപോലെ നോക്കിയത്, ഞാൻ ഹൈന്ദവനായിരുന്നു. പണ്ട് ഞങ്ങൾ കൊച്ചിയിലാണ് താമസിക്കണം. അപ്പോൾ ഈ കൊച്ചി ഞങ്ങൾ മട്ടാഞ്ചേരിയാണ് താമസിക്കാൻ. ഞാൻ നടക്കാനിറങ്ങുമ്പോഴത്തേക്കും അവിടെ ഫോർട്ട് കൊച്ചി വെളിയുണ്ട്, അറിയാമോ? ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട്, വലിയ ഗ്രൗണ്ട്, ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് ഉണ്ട്. കൊച്ചിയിലുള്ളവർക്കറിയാം. പാണ്ടിക്കുടി കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെ ധ്യാനം വയ്ക്കുക. എനിക്ക് ഈ ധ്യാനമൊന്നും അറിയില്ല. എന്താ ധ്യാനം? ആൾക്കാർ കുറേ കൂടിയിട്ടുണ്ട്. എന്തൊക്കെയോ അവിടെ കത്തലിക്ക് ധ്യാനം ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം നടക്കാൻ പോകുമ്പോഴത്തേക്കും നല്ല തിരക്കാണല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കാന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് ഇങ്ങനെ ഞാൻ ഒരു മൂലയ്ക്ക് നോക്കി നിന്നത് ആ ഒരു കാലത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ അന്ന് പഠിക്കുക.
പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക, 10ാം ക്ലാസ് പ്രീ ഡിഗ്രി അവിടെ ധ്യാനം വയ്ക്കും. അപ്പോൾ നല്ല തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നോക്കിയെന്ന എന്നെ ഇന്ന് ഈശോ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക, ബൈബിളും കയ്യിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ദൈവമായിട്ട് ശ്രദ്ധിക്കണം. കുരിശ് കയ്യിൽ തന്ന് വെച്ചത് എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറും വന്നു, അത് കുരിശായിരുന്നു. എനിക്ക് അന്ന് വരെ കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ആ കുരിശെടുത്ത് കയ്യിൽ തന്ന് ആ കുരിശ് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടന്ന് ദൈവം അതിനിന്ന് ബൈബിളും തന്ന് ഇവിടെ സംസാരിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നമുക്ക് കേൾവി കൊണ്ട് കിട്ടുന്ന വിശ്വാസം, പിന്നെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി, അത് ശ്രദ്ധിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കണം. ബൈബിൾ വഴി എന്നോട് കുറേ സംസാരിക്കുമായിരുന്നു. എൻ്റെ കയ്യിലൊരു ചെറിയ ബൈബിള് ജ്ഞാനസ്ഥാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മാരിയോ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുക, എൻ്റെ ക്ലാസ്മേറ്റായിരുന്നു. ഒരു ചെറിയ ബൈബിള് അവൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന്. അവൻ പെൻറ്റക്കോസ്റ്റാണെന്നോ തോന്നുന്നത്, എനിക്കറിയില്ല. അന്ന് പെൻറ്റക്കോസ്റ്റ് എന്താണെന്നോ കാത്തലിക് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അത് കൊണ്ടുവന്ന് അത് ഞാൻ തുറന്നു നോക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരുമ്പോൾ എനിക്ക് അത് തുറന്നു നോക്കാൻ തോന്നും. കണ്ണും പൂട്ടി വിരലും വയ്ക്കുമ്പോൾ, അന്ന് വിശ്വാസപ്രമാണം പോലും അറിയില്ല, വിരൽ വയ്ക്കുമ്പോൾ എനിക്ക് തോന്നും ഇതിൻ്റെ ഉത്തരം ഇതാണല്ലോ, ഇതിൻ്റെ ഉത്തരം ഇതാണല്ലോ എന്നെനിക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അതിലാണ് ഞാൻ വിശ്വസിച്ചത്, ദൈവം എന്നോട് സംസാരിക്കേണ്ടല്ലോ എന്ന്. പലപ്പോഴും അതൊന്ന് ശീലിക്കണം കേട്ടോ. നമ്മൾ ബൈബിള് വെറുതെ വായിക്കുന്ന കൊണ്ട് കാര്യമില്ല. ദൈവം എന്നോട് സംസാരിച്ചെന്നുള്ളൊരു ബോധ്യത്തിലാണ് ദൈവവചനം കേൾക്കേണ്ടത്. നമുക്ക് പല ഉത്കണ്ഠയും കൺഫ്യൂഷനും ഉണ്ടാവും ജീവിതത്തിൽ. അമ്മ മാതാവിൻ്റെ ജീവിതത്തിലും പല കൺഫ്യൂഷനും ഇതുണ്ടായിരുന്നു, ഉത്കണ്ഠ ഉണ്ടായിരുന്ന ആ സമയത്ത്. മനസ്സിലാകാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ, അത് വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്നും മനസ്സിലാകില്ല, വിശ്വാസത്തിലൊന്നും നമുക്ക് മുമ്പിൽ കാണാൻ പറ്റില്ല. വിശ്വാസത്തിന് കാഴ്ചയില്ല, കാണില്ല, മുമ്പിൽ ഒന്നും കാണാത്തതിലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതാ നിൻ്റെ ദാസി, ഇതാ നിൻ്റെ ദാസൻ, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസമാണ്, അത് പ്രഖ്യാപിക്കലോ അങ്ങോട്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പല സമയത്തും മാതാവിൻ്റെ മുമ്പ് ഇരുന്ന് മുട്ടിപ്പേ നിൽക്കും. മുട്ടിപ്പേ നിന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അമ്മ ഞാൻ ആരോട് പറയാനാവും, ആരും പറയാനൊന്നുമില്ല എൻ്റെ അടുത്ത്, നീ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് എണിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ പ്രശ്നങ്ങളൊക്കെയാണ് വന്നെ. എന്ന് വെച്ചാൽ അതിന് ഉത്തരവില്ല, ആലോചിച്ച് നോക്കിയിട്ടൊന്നും ഉത്തരം ഉണ്ടാകില്ല. ഞാൻ ഇപ്പോൾ ശീലിച്ചത് എന്ത് വന്നാലും അവിടെ പറയാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന, ഞാനത് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക്. എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് 2:52 കിട്ടും. ലൂക്ക 2:52, കൈ വയ്ക്കുമ്പോൾ 2:52. അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഹരിച്ച്. അപ്പോൾ അമ്മ റിജക്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ സംഹരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വിഷമം വരുമ്പോഴത്തേക്കും അപ്പോസ്തലപ്രവർത്തകൻ 14:22 കിട്ടും. ഈ സഹനം വഴിയെല്ലാം കടന്നു പോകാതെ നീ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. സഹനം വഴിയില്ലാതെ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ സഹനം നമുക്ക് സന്തോഷമായിട്ട് തോന്നും. ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോഴും സന്തോഷമായിട്ട് തോന്നും. അതുപോലെ ഇങ്ങനെ കേൾക്കണം. ഇങ്ങനെ കേട്ട് ദൈവം നമ്മളോട് സംസാരിച്ചത് ആ വചനത്തിലാണ് നീ വിശ്വാസം വെക്കണമെങ്കിൽ. ആ സ്വരം കേൾക്കണം, നീ മനസ്സിലാക്കണം, അതാണ് ദൈവം നിന്നോട് സംസാരിച്ചതെന്ന്. യോഹന്നാൻ 10:4-5 ഈശോ പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കും. അവർക്കത് മനസ്സിലാവും, അവർ തിരിച്ചറിയും. എൻ്റെ ആടുകളാണ് എൻ്റെ സ്വരം കേൾക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആടുകളാണെങ്കിൽ ആ സ്വരം കേൾക്കണം, അതിനെ ആഗ്രഹിക്കണം. ദൈവമേ നീ എന്നോട് സംസാരിക്കുക. അത് നിനക്ക് അനുകൂലം കിട്ടുന്നത്രയും ബൈബിൾ തുറന്നു നോക്കി വിരൽ വെച്ച് നോക്കാനില്ല. ദൈവത്തിന് തോന്നണം നിന്നോട് സംസാരിച്ചാൽ നീ അത് അനുസരിക്കും, നീ അത് വിശ്വസിക്കുമെന്ന്. എൻ്റെ അടിസ്ഥാന വിശ്വാസം വചനത്തിലാണ്, നീ സംസാരിക്കുന്നതിലാണ് എൻ്റെ വിശ്വാസം. ഇല്ലാതെ നീ കാണിക്കുന്ന എനിക്ക് തന്ന അടയാളത്തിലില്ല, അത് നഷ്ടപ്പെടും എനിക്ക്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത് നീ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ എനിക്ക് കുറേ ചില കല്യാണത്തിന് എന്നെ വിളിക്കില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് എനിക്ക് ഞാൻ ഹൈന്ദവനായിരുന്നപ്പോൾ
ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് കുറേ ഫ്രണ്ട്സ് സർക്കിളാണ്, കുറേ ഫ്രണ്ട്സാണ്. എന്നെയാണ് മേജറായിട്ട് വയ്ക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കും, ഞാൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് ഇല്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ എന്നെ വിട്ടിട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര സങ്കടമാണ്. ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോലുമില്ല. അവരൊരു മീറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് എന്നോട് പറയുക പോലുമില്ല, എന്നെ അവോയ്ഡ് ചെയ്യും. ഞാൻ പോയാൽ അവിടെ ഉപദേശിക്കും, വെള്ളം കുടിക്കരുതടാ, ബഹുമാനിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, തെറ്റായ കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഇവർക്ക് ഞാൻ ഒരു ശല്യമായി. അപ്പോൾ എന്നെ അവോയ്ഡ് ചെയ്യും ഇവൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വിചാരിച്ചവരൊക്കെ എൻ്റെ ഫോൺ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചാൽ അവിടെ ഇല്ലെന്ന് പറയും. അവരുള്ള സ്ഥലം അതിൻ്റെ പുറത്തിരുന്നാണ് ഞാൻ വിളിക്കുന്നത്, അവിടെ ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചു പോകും. ഭയങ്കര സങ്കടമാണ്. ഒരു സ്ഥലത്ത് മാറി വന്നിട്ട് ഞാൻ ബൈബിൾ തുറക്കും, ഈശോ അടുത്ത് ചോദിക്കും, ഈശോ സംസാരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ 15:18 നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകും. അവഗണിക്കും ആൾക്കാർ. നമ്മളെ ഏറ്റവും വിശ്വസിക്കുന്നവർ നമ്മളെ അവഗണിക്കും, നമ്മളെ ഒന്നിനും വിളിക്കില്ല, നമ്മളോട് സംസാരിക്കില്ല, നമ്മൾ അറിയരുതെന്ന് പറയും. നമ്മൾ എല്ലാ കാര്യം അവരോട് പറയും, അവർ അറിയരുതെന്ന് പറയും. അപ്പോൾ ഈശോ എന്നോട് 15:18 ഈശോ എന്നോട് സംസാരിച്ച് അങ്ങനെയൊക്കെ എനിക്ക് വിശ്വാസം വന്നാൽ ഈശോ അപ്പം എടുക്കുമ്പോൾ എന്നോട് വെള്ളം വെച്ചിട്ട്, ഞാൻ നിന്നെ ഈ ലോകം നിന്നെ വെറുക്കുന്നെങ്കിൽ അത് എന്നെയാണ് ആദ്യം വെറുത്തത്. നീ ലോകത്തിൻ്റെ ആണെങ്കിൽ ലോകം നിന്നെ സ്നേഹിക്കും, പക്ഷേ ഞാൻ നിന്നെ ഈ ലോകത്തിരുന്ന് തിരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് ഈ ലോകം നിന്നെ വെറുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വെറുപ്പാണ് എനിക്ക് ഇഷ്ടമായത്. പിന്നെ എന്നെ അവഗണിക്കണം എല്ലാവരും. അത് കാര്യം എന്താ? വിശ്വാസമാണ്. എൻ്റെ ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിൻ്റെ കാര്യം മാത്രം നോക്കി നടക്കണ്ടല്ലോ. അപ്പോൾ ആ വിശ്വാസം പോയിട്ടില്ല. ഏത് പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസം പോകില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ബ്രദറിന് ഇങ്ങനെ ബൈബിൾ തുറക്കുമ്പോഴത്തേക്കും ദൈവം സംസാരിച്ച് ഞങ്ങളോട് സംസാരിക്കുക. അങ്ങനെയില്ല, നിങ്ങളോട് സംസാരിക്കും. അതാണ് വിശ്വാസത്തിൻ്റെ മാർഗം. ദൈവം ചിലപ്പോൾ ബൈബിൾ വഴി സംസാരിക്കും. ചെവി കൊടുത്തിരിക്കണം. ഞാനിപ്പോൾ മിനിയാന്ന് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ അച്ഛൻ്റെ കൂടെ ഓസ്ട്രേലിയ അച്ഛൻ്റെ കൂടെ ധ്യാനത്തിന് പോയിട്ട് വന്ന്, അത് കഴിഞ്ഞ അടുത്ത ദിവസം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ 10 ദിവസം, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൃപാസനത്തിൽ 2-ാം ചൊവ്വാഴ്ച വരാൻ സാധിച്ചില്ല. അന്ന് അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ പോയത്. അടുത്ത ദിവസം 4-ാം ചൊവ്വാഴ്ച ഇവിടെ വന്ന് ശുശ്രൂഷ. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച എനിക്ക് ഇവിടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തതാണ്. എവിടെയാണ്? തിരുച്ചിയിൽ ലാൽഗുഡി. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. വചനം പറഞ്ഞത് തന്നെ പറയുക, ഇല്ല എന്താ പറയാൻ പോകുന്നത്, എല്ലാം ടെൻഷനാണ്. എന്നിട്ട് അതും പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, കൊടൈക്കനാലിൽ മറ്റന്നാൾ പോകണം. കൊടൈക്കനാലിൽ ധ്യാനമുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഇന്ന് ടെൻഡർ ദിവസമാണ്, ടെൻഡർ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ അപ്പോൾ ഇത് ഒരു നിലപാടാണ് നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ടെൻഡറൊക്കെ പോട്ടെ, ടെൻഡറൊക്കെ തന്നത് ദൈവമാണ്, ബിസിനസ്സൊക്കെ തന്നത് ദൈവമാണ്. അപ്പോൾ ഇത് കൊടൈക്കനാൽ വന്നപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വിഷമമായി. ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് പോവുകയാണ്. ശനിയാഴ്ച രാത്രി എന്നെ വിളിച്ചു ചോദിക്കുന്ന ഇവിടെ പറയാവുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ടയേർഡുമായി. ഇനി കൊടൈക്കനാൽ വരെ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച കോയമ്പത്തൂർ ധ്യാനമുണ്ട്. ഞാനിങ്ങനെ ഈശോടത്ത് ചോദിച്ചിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ അവിടെ 1-ാം വായന 2 തിമോത്തി 4:1 വായിക്കുന്നത്. പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും നീ പോയി പ്രസംഗിക്ക്. ഇതാണ് ചെവി വന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് ബുക്ക് ചെയ്തൊക്കെ കേട്ടാ, ഓക്കെ കൊടൈക്കനാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ആഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീ സ്വന്തമാകുമ്പോൾ ദൈവം നിന്നോട്